ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്നൊരു ബാംഗ്ലൂർ ട്രിപ്പ് ആയാലോ? ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ये भी न जाने वो भी न जाने नैनों के रंग नैना जाने मिला जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग. जग की कोई रीत न जाने मैं तो बस तेरी हुई दीवानी. मिला जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग. मैं छोड़ा ही घर बार मेरा ओ मखना वे मखना अब तू ही है संसार मेरा ओ मखना वे. ചേട്ടാ അടിക്കൂ അത്? രക്ഷപ്പെടല്ലേ? നമ്മുടെ കൂടെ ഉള്ള ആരൊക്കെയെന്ന് കാണിച്ചു തരാം. അൽ പ്രോ ഡ്രൈവർ കിരൺ ലാൽ കുമാർ. ഗൈസ്, ആദ്യമായിട്ടാണ് നമ്മൾ ബാംഗ്ലൂർ പോകണം കേട്ടാ. എവള് പിന്നെ ബാംഗ്ലൂരിൽ അവിടെ ഉടക്കണം ഫുള്ള്. പറ, എന്താ പറയുള്ളേ? എക്സൈറ്റഡ് ആണോ? എന്നോടാണോ? നീ എല്ലാം ഉറങ്ങാതിരുന്നേ, പറ. അതെ, ഞാൻ എക്സൈറ്റഡ് ആണ്. വ്ളോഗിൽ പറയാൻ പറ്റിയ കാര്യം ഞാൻ എക്സൈറ്റഡ് ആണെന്ന്. ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരല്ലല്ലോ കിരൺ ബ്രോ പോണേ? റോഡിൽ കൂടെ. ഗൈസ്, നമ്മൾ നമ്മൾ ഡയറക്റ്റ് ബാംഗ്ലൂരിലാണ് പോകണം. നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടാണ് പോണേ. അപ്പോൾ അങ്ങനത്തെ ഇവളെ ഒരിടത്ത് തട്ടണം. അപ്പോൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇറങ്ങിയിട്ടാണ് എനിക്ക് പോകുന്നത്. ഒരു മെഗാ വ്ളോഗാണ്. ഇതൊരു 3-4 പാർട്ടായിട്ടെങ്കിലും എനിക്ക് ഇറക്കണം. അപ്പം നമ്മളിപ്പം 6:30 നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ നമ്മൾ നേരെ പോയി ഫുഡൊക്കെ കഴിച്ച് മെല്ലെ സമാധാനത്തിൽ സ്ഥലത്തിന് പേര് ഹൂബ്ലി, നേരെ ഹൂബ്ലി. ഓക്കെ, കണ്ണെന്തടി ചത്തിരിക്കണേ? സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ട്രിപ്പൊക്കെ പോകത്തില്ലേ? അപ്പോൾ നമ്മൾ ഉറങ്ങാണ്ടൊക്കെ ഇരിക്കൂലേ? തടി തൂണുമല്ല വളർന്നിട്ട് ഉറങ്ങാതിരുന്നേക്കണ്. ബാംഗ്ലൂർ ഉടന്ന് പറഞ്ഞത് നിനക്ക് റോഡിലുള്ള കാണാൻ പറ്റുമോ ഇനി? എക്സൈറ്റ്മെന്റ് ഉറങ്ങാതിരുന്നത് ഇതൊക്കെ അഹങ്കാരമല്ലേ? ഞാൻ 2 മണിക്കൂർ ഉറങ്ങുള്ളൂ കേട്ടോ. നമുക്ക് പോവാം. ദൈവമേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഗൈസ്, നമ്മളൊരു ചായ കുടിക്കാൻ നിർത്തി. നമ്മളിപ്പോൾ 7 മണിയായുള്ളൂ. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് ഒരു 9 മണിക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ തട്ടി നൈസിൽ പോകാനാണ് പരിപാടി. അപ്പോൾ നമുക്കൊരു ചായ ഞങ്ങൾ തുടങ്ങാം. പോകുന്ന വഴിക്ക് നമ്മൾ ഐശ്വര്യമായിട്ടൊരു ഓണം ബമ്പറങ്ങ് എടുത്ത്. ചേട്ടാ അടിക്കൂ അത്? ചേട്ടാ അടിക്കൂ അത്? രക്ഷപ്പെടല്ലേ? യെസ്, അടിക്കട്ടെ, എന്തായാലും അടിക്കട്ടെ. സർക്കാർ കൊടുത്തോളൂ. ഓക്കെ, അടിക്കും. ഇതടിച്ചു കഴിഞ്ഞാൽ ഇതടിച്ചാൽ പകുതിയിട്ട് പുറകിനാണ്. ഇതേ തുരങ്കം? ഇതാണ് കുതിരാൻ തുരങ്കം. ഉറപ്പിച്ചു വിടുവാപ്പാ. അതാരെ ആള് മാറിയേട്ടാ.
എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയം. നമ്മൾ ഹോട്ടൽ ശരവണ ഭവനിലെത്തി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ്. മീൻ റോസ്റ്റ് എത്തിയിട്ടുണ്ട്. വട്ടാണല്ലേ തിന്നണ്ട നീ തിന്നണ്ട, ഈ തിന്നണ്ട അവിടെ വെച്ചരാ. നീ ഇതും കൊണ്ട് മറ്റേ കാറിനാ തീറ്. ഞാൻ വിചാരിച്ചു തക്കാളി അരിഞ്ഞിടുമ്പോഴാണ് ഇതാവണേന്ന്. തിന്നോ, എങ്ങനെയുണ്ടെന്ന് പറ കഴിച്ചിട്ട്. വെള്ളം വരുന്നുണ്ടെ നീ തന്നെ വെള്ളം കുടിക്കണം, അതങ്ങ് കുടിച്ചാൽ മതി, ഇറക്കിയാൽ മതി. ഓവർ എക്സ്പ്രഷൻ കാണിക്കണ്ട. അപ്പം ഞങ്ങൾ പോയി കഴിക്കട്ടെ. ഓക്കെ ഗൈസ്, നല്ല ഫുഡായിരുന്നു കേട്ടോ. എല്ലാവരും കഴിച്ച് എവിടെ ആഗ്രഹിച്ച് വാങ്ങിയത് കേട്ടോ. ഇത് ഒണിയൻ, എന്തോ ഒണിയൻ 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 എന്നൊക്കെ പറയാറിയാം. കഴിച്ചാ നീ ഇതെന്ത് കഴിക്കാത്ത? ഓടിക്കോ നീ. ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി നേരെ പോണയാണ്. റെസ്റ്റ് എടുക്കാൻ നിർത്തിയതാണ്. തിരക്കുന്നുണ്ടത് ഒറ്റ കോട്ട് ആക്കിയിട്ട് ഉറങ്ങി എണീറ്റ് കിറങ്ങിയിരിക്കുന്നു. ഇത് ഉറങ്ങാതെ കണ്ണും ചത്ത് ചാവാറായിരിക്കുന്നത്. നോക്കിയാണ്. സാംസങ് ബ്രോ, ദിസ് ഈസ് സാംസങ് ഗാലക്സി S24 Ultra ആണേ. കർവൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇട്ട് നമുക്ക്. ഇത് 5X. കൊള്ളല്ലേ, കിടൻ അടിപൊളി. പൈസ തരണം. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, അപ്പോൾ പ്രൊഫഷണലാണ്. സോ അതിനനുസരിച്ചുള്ള ഇത് തരണം. എത്ര വരും? റോഡ് ഏതെന്ന് എനിക്കറിയണം. നമ്മളിപ്പം 27ാമത്തെ ഹെയർ പിന്നിലാണ് നിൽക്കുന്നത്. 27 ഹെയർ പിൻ കയറിയിട്ട് ഞാൻ ഒന്നിൽ പോലും ആള് വെച്ചില്ല. കുറച്ചൊരു പോകുമ്പോഴത്തേക്ക് തലയിറങ്ങി ഒറ്റ വീഴക്കുമായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്, സംഭവം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നേരെ പോയി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം. പിന്നെയും യാത്ര. എന്താ റോക്കറ്റോ? വളയോ നേരെ ഗൈസ്, നമ്മൾ കർണാടക അതിർത്തി കടക്കാൻ പോവുകയാണ്. ഇതെല്ലാം സ്നേഹയുടെ ഫ്രണ്ട്സാണ് ഇതായിരിക്കുന്നതെല്ലാം. പിന്നെ എലിയുടെ ഫ്രണ്ട്സ് ആരും ഇല്ല. ചിമ്പാൻസി ഇന്ന് ഇവിടെ ചിമ്പാൻസി എവിടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ചിമ്പാൻസികളൊന്നും ഇവിടെ കാണാനില്ല. എല്ലാം കണ്ടോ, എന്റെ വ്ളോഗാണ്. എവിടെ കട്ട് ചെയ്യണമെന്ന് എനിക്കറിയാം. ബൈ ഗൈസ്. എന്താണ് പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനൊന്ന് ഉറങ്ങിയപ്പോഴത്തേക്ക് പുള്ളി ഒരു 150 കിലോമീറ്റർ അങ്ങ് ഓടിച്ച്. എങ്ങനെയുണ്ടായിരുന്നു? 150 കിലോമീറ്റർ ഓടിക്കാന്ന് വിചാരിച്ചതാ. ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് 150 കിലോമീറ്റർ ഓടിച്ച് കളഞ്ഞാള്. സമയം ഇപ്പം 6:30 കഴിഞ്ഞ്. 6:30. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതെന്നൊന്നും അറിഞ്ഞില്ല കേട്ടോ. എവിടെ ഒരു നല്ലൊരു വ്യൂ പോയിന്റിലെത്തി. നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങി.
നേരെ പോയിട്ട് ചായയൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് അടുത്ത ഡ്രൈവ് അല്ലേ. നേരെ പോയ വെള്ളം കേട്ടോ, നേരിട്ട് വീഴൊക്കെ ആയിരിക്കും. ഓ സീൻ കൊള്ളാം. എടി ചത്താ നീ? ഇല്ല, അറിയിക്കാം. ഇല്ല, പുള്ളി ഇടയ്ക്കൊന്ന് കണ്ണടച്ചായിരുന്നേ. ഇല്ല, പുള്ളി മാസം കൊടുത്ത് ഇറക്കി ഉറങ്ങിയിട്ട് 150 ലിറ്റർ അടിച്ചത്. ഞാൻ നോക്കിയപ്പോഴേ ഇടയ്ക്ക് കാറൊന്ന് വെട്ടി. എന്തുവാ അത് സ്റ്റിയറിംഗ് ഒന്ന് അനക്കിയതാണ്. പിന്നെ എനിക്കതറിയാത്തത് ഞാൻ പറഞ്ഞ ഓക്കെ. അങ്ങോട്ട് ഞാൻ ഒട്ടിക്കാട്ടെ അയച്ചേ. കണ്ണു നോക്കുമ്പോ തൂമെള്ളം വേഗം ആ ഉറക്കത്തോടെ ഉറങ്ങിയേനെ. ഞാൻ ഒട്ടിക്കട്ടപ്പോക്ക് ദാബെന്ന് പറഞ്ഞ് നമ്മളെല്ലാരും കൂടി വന്നിരുന്നത് ബാറായിരുന്നു കേട്ടാ. വൈകിയാണ് മനസ്സിലാക്കിയത്. അവിടെ വന്നിരുന്ന് ചായ കുടിക്കുന്നു. ബാറി വന്നിട്ട് 3 ചായ പുള്ളി ചോദിച്ചു കണ്ണിയാ അല്ല ചായ. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി അവന്മാർക്ക് ബോധമില്ല. പോയിട്ട് ചായ കുടിച്ച് ഫ്രഷായിട്ട് അടുത്ത ഡ്രൈവ് അല്ലേ. പുള്ളി എന്ത് ചെയ്തു, അകത്ത് പോയി ഏതോ വീട്ടിൽ നിന്ന് പശുവിനെ കറന്ന് പുള്ളി കാപ്പിപ്പൊടി ഉണ്ടാക്കിക്കൊണ്ട് വന്ന് 4 മണിക്കൂറിന് ശേഷം ഒരു ചായ ഉണ്ട്. കൂടുതലൊക്കെ വെള്ളം അടിച്ചിട്ട് എപ്പോഴേ വീട് കുടിച്ചു. പെട്ടെന്ന് പൊടി കുടിച്ചിട്ട് ഫിറ്റ് ആയെന്നൊന്നും പറഞ്ഞില്ല. ഇന്നേ വരെ ഇവിടെ ആരും ചായ ചോദിച്ചു വന്നിട്ടില്ല. അവന്റെ മുഖം കണ്ടായിരുന്നു നമ്മള് ചായ ചോദിച്ചപ്പോഴത്തേക്ക്. ഞാൻ വിചാരിച്ചെന്ന് പറയട്ടാ, ഇത് ഈ ഷോപ്പ് ക്ലോസ് ചെയ്യാറായെന്നാണ് ഞാൻ വിചാരിച്ചത് പുള്ളിയുടെ മുഖം കണ്ടപ്പോ. ഇതൊരു ബാറാണ് ആരെങ്കിലും ഇനി ചെറിയൊരു ഇതൊരു തോടാണ്. അത് ഞാൻ കാണിച്ചു നേരത്തെ. ഞാൻ വീഡിയോയിൽ കാണിച്ചു നമ്മളിവിടെ എപ്പോ വന്നേന്ന്. ഇപ്പൊ ടൈം കണ്ട ഇരുട്ടി. കൊല്ലത്തൊന്നും ഇങ്ങനത്തെ ബാറില്ല. ഓണക്കാല മദ്യവിൽപ്പനയുടെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ 1ാം സ്ഥാനം നേടി കൊല്ലം. ഉത്രാട ദിനത്തിൽ ബെബ്കോ ഔട്ട്ലെറ്റ് വഴി വിറ്റ മദ്യത്തിലൂടെയാണ് ബിവറേജസ് ഔട്ട്ലെറ്റ് തലക്കണക്കിൽ 1ാം സ്ഥാനം കൊല്ലം ആശ്രമം ഔട്ട്ലെറ്റ് സ്വന്തമാക്കിയത്. ബിരിയാണി കിട്ടിയേ. പോരാട്ടാ, കൊള്ളാമോ? നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി നേരെ സ്ട്രൈറ്റ് ടു സ്ഥലത്തിന് വരുന്നത് വിട്ടു, ഹുബ്ലി. ഇനി നമുക്ക് 3 മണിക്കൂറുണ്ട്, 232 കിലോമീറ്റേഴ്സ് സ്ട്രൈറ്റ് ടു ഹുബ്ലി. ഓക്കെ, അങ്ങനെ ഞങ്ങളെത്തി. സമയം 2 മണി. ഇതാണ് നമ്മളെടുത്ത സ്റ്റേ, റോയൽ റിച്ച്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ബൈ. ഞാൻ പോയി പറഞ്ഞ് ഉറങ്ങട്ടെ. നാളെ രാവിലെ എണീക്കണം, അടുത്ത വ്ളോഗ് എടുക്കുള്ളതാണ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നാണ് നമ്മൾ നേരെ ബാംഗ്ലൂരോട്ട് പോണ ഗൈസ്. സോ നമ്മൾ ഇന്നലെ ഒരു സ്റ്റേ എടുത്തായിരുന്നു ഇവിടെ. അതിൻ്റെ പുറത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ പോയി ഒന്ന് റെഡി ആവട്ടെ. കണ്ണൊക്കെ ചത്ത്, പല്ലൊന്നും തേച്ചില്ല. പോയിട്ടരാം. അപ്പോൾ ഗൈസ് നമ്മൾ റെഡിയായി, സെറ്റല്ലേ? സെറ്റാണ്. നേരെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ബാംഗ്ലൂർ പോകുന്നു. എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്, അങ്ങോട്ട് പോയിട്ട് നേരെ ബാംഗ്ലൂർ. ഓക്കെ,
നടക്കണ് തേരാവാര. ഇന്ന് എൻ്റെ പരിപാടി എന്ന് പറഞ്ഞല്ലോ. എന്താണ് പരിപാടി എന്ന് ജസ്റ്റ് എന്ന് പറ. എൻ്റെ പരിപാടി അവിടെ പോയിട്ട് ഗെയിം കളിക്കണം. ഗെയിം കളിക്കണല്ലേ? ലൂഡോ. ഞാൻ അയ്യോ ഇന്ന് ഇവിടെ കഴിഞ്ഞ ലൈവ് ഞാനൊരു എയ്സ് അടിക്കുന്ന വീഡിയോ എനിക്ക് തോന്നുന്നു ഏലിയൻ വേറെ ആര് കണ്ടാന്ന് തോന്നുന്നു. കർണാടകയില് ദേ പയ്യപ്പേര് വളഞ്ഞേട്ടാ. എലിയെ കൊണ്ടുപോയേട്ടാ. എലിയെ കൊണ്ട് ഇരുത്തി അവിടെ. അടുത്തതായി നമ്മുടെ വ്ളോഗ് എടുക്കുന്നത് സ്നേഹസമാണ്. പറ നമ്മളിവിടെ ഇങ്ങനെ നമ്മളിപ്പം ഹൂബ്ലിയില് അർബൻ ഒയാസിസ് മോളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഡെല്ലിന്റെ ഇവിടെയാണ് എലിയുടെ പരിപാടി. എലി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഡെല്ലിനെ കർണാടകക്കാരെല്ലാം കൂടെ വരവേറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. തിരിച്ചിട്ടാവോ? നമ്മളിവിടെ ഒരു 1-2 മണിക്കൂർ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നും ട്രാവലായിരിക്കും കഴിച്ചത്. നമ്മൾ ആദ്യം വിചാരിച്ചത് ആ ഫസ്റ്റ് ഡേയുടെ ആ ഒരു വ്ളോഗ് ഫുള്ള് നമ്മൾ ഒറ്റ ആ ഒരു ഇതിലിടാമെന്ന് വിചാരിച്ചത്, ഒരു പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ച വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെയും കൂടി ചേർത്തിട്ട് ആ ഒരു ഫുള്ളായിട്ട് ഇടുന്നതായിരിക്കും അല്ലേ? നമ്മളിന്ന് രാത്രി ബാംഗ്ലൂർ എത്തത്തുള്ളൂ. രാത്രി മീൻസ് വെളുപ്പിനെ ആവുമ്പോഴത്തേന് ബാംഗ്ലൂർ. നമ്മളിന്ന് വന്ന സ്ഥിതിക്ക് 2 ടീ ഷർട്ട് കൂടെ എടുക്കാമെന്ന് വിചാരിച്ച്. സെലക്ഷൻ എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മളിവിടെ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങി ഇറങ്ങി. പരിപാടി എല്ലാം കഴിഞ്ഞില്ലേ നീ? എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്ലിയാ. അടിപൊളി പിള്ളേരാണെല്ലാം. അവിടെ ആക്ച്വലി ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുക. 10 മണിയാവും തീരെ. 10 മണിയാവും തീരെ. ടൈം ഇവിടെ എസ്കെ റോസി ആകുന്നത്. റോസിയല്ല, എസ്കെ റോസി ആരോട് പറ കേക്കട്ടെ. ആര് പറ? Valentino Rossi goes through and leads. സമയം ഇപ്പം 5:11. നമ്മളെപ്പോൾ എത്തിയിരിക്കണം ചേട്ടാ? ടൈം എത്ര കൊടുത്തേക്കണേ? 11:30 12 ആകുമ്പോഴത്തേക്ക് നമ്മൾ ബാംഗ്ലൂർ എത്തും ഗൈസ്. നമ്മളിപ്പം യാത്ര തുടങ്ങി. ഇങ്ങോട്ട് തിരി. എത്ര? 30 രൂപ കിട്ടിയ? 30 രൂപ 450 രൂപ പറഞ്ഞത്. ഞാൻ ബാർഗൈൻ ചെയ്ത് വാങ്ങിച്ചു 50 രൂപയ്ക്ക് മേടിച്ച്. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ഫുഡ് കഴിക്കണ അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് പോവാണ് കേട്ടാ. ബൈ. ബ്ലൂമാ? ബ്ലുപ്പടി. ഇനി 73 കിലോമീറ്ററേ ഉള്ളൂ. 450 സംതിങ് കിലോമീറ്റർ. അവിടെ നിന്ന് സ്ട്രെച്ച് ആയിരുന്നു. നമ്മൾ ഒരിടത്തും നിർത്തിയില്ല, നേരെ ഇങ്ങ് വന്ന്. അയ്യോ മഴയാണെങ്കിൽ നമുക്ക് കുട കിട്ടി. ബർഗറല്ല ചോദിച്ചു ഞങ്ങള്. ഗൈസ് നമ്മളിവിടുന്ന് കഴിച്ചിട്ട് ഒക്കെ ഇറങ്ങുവാണ്. ഇനി നേരെ വീട്ടിലേക്ക്. Guys, we reached Bangalore safely. ഇതാണ് സിൽക്ക് ജംഗ്ഷൻ. സിൽക്ക് ബോർഡ്. Guys, finally we reached our home. എത്ര കിലോമീറ്റർ ഓടിച്ച്? കിലോമീറ്റേഴ്സ്. എന്നാലും എത്ര സ്ട്രെച്ച്? 400 കിലോമീറ്റർ ഓടിച്ച്.
ഇല്ല സ്ട്രെച്ചർ 400 അടുപ്പിച്ച് ഓടിച്ച് പിന്നെ ഇപ്പോൾ ഒരു 80 കിലോമീറ്റർ ഓടിച്ച്. അയൺമാൻ തളർന്നോ? ഓക്കെ ആണോ? നീയോ? എടാ നീ ഉറക്കമല്ലേ 24 മണിക്കൂറും ചത്താടന്ന്. ബാംഗ്ലൂർ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ ഈ 2 ദിവസത്തെ ഒരു റോഡ് ട്രിപ്പ് പോലെയാണ് നമ്മൾ പാർട്ട് 1 നമ്മൾ പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ ഗൈസ് എൻജോയ്ഡ്. അപ്പോൾ നാളെ ഗൈസ് ഫുൾ ബാംഗ്ലൂർ ആയിരിക്കും, ഫുൾ ബാംഗ്ലൂർ എക്സ്പ്ലോറിങ്. നാളെ നമ്മൾ എപ്പോൾ എണീക്കുന്നു പറഞ്ഞോട്ടോ, നാളെ അല്ല മിക്കവാറും നാളെ കടന്നുറങ്ങി നമ്മൾ വൈകിട്ടൊക്കെ ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങി മറ്റന്നാൾ തൊട്ടായിരിക്കും നമ്മൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകുന്നത്. അപ്പോൾ ഗൈസ് ഗുഡ് നൈറ്റ്. ഒരു ബ്ലിപ്പടി. Hideout.